30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. ചോക്കാട് പഞ്ചായത്തിലെ PMAY ആവാസ് പ്ലസ് പദ്ധതി ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ ചേർന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് യോഗം ചേർന്നത്. 1 മുതൽ 10 വരെ വാർഡുകളിലുള്ളവരുടെ ഗ്രാമസഭ രാവിലെയും 11 മുതൽ 20 വരെയുള്ള വാർഡുകളിലേത് ഉച്ചയ്ക്ക് ശേഷവുമാണ് ചേർന്നത്. പദ്ധതിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ മുഴുവൻ ഗുണഭോക്താക്കളെയും അറിയിക്കുന്നതിനാണ് ഗ്രാമസഭ ചേർന്നത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ PMAY ആവാസ് പ്ലസ് പദ്ധതിയുടെ പുതിയ ലിസ്റ്റ് പ്രകാരം 559 ഗുണഭോക്താക്കളാണുള്ളത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഒന്നിച്ചു ചേരാനുള്ള അസൌകര്യം കാരണം 2 ഘട്ടമായിട്ടാണ് ഗ്രാമസഭ ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. 1 മുതൽ 10 വരെ വാർഡുകളിലുള്ളവരുടെ ഗ്രാമസഭ രാവിലെയും 11 മുതൽ 20 വരെയുള്ള വാർഡുകളുടെ ഗ്രാമസഭ ഉച്ചയ്ക്ക് ശേഷവുമാണ് ചേർന്നത്. ഗ്രാമസഭകൾക്ക് ശേഷം പഞ്ചായത്ത് ബോർഡ് യോഗം ചേർന്ന് നിലവിലുള്ള പട്ടിക അംഗീകരിക്കുകയും പട്ടികയിൽ ആരെങ്കിലും അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്രാമസഭയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരെ ഒഴിവാക്കാനും ഗ്രാമസഭയ്ക്ക് അധികാരമുണ്ട്. PMAY ആവാസ് പ്ലസ് പദ്ധതി ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ നടക്കുന്ന സ്ഥലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ ആപ്പ് വഴി ലോഗിൻ ചെയ്യണം. ഗ്രാമസഭകളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. ഗുണഭോക്താക്കൾ മൊബൈൽ ആപ്പ് വഴിയാണ് അപേക്ഷ നൽകിയത്. പദ്ധതിയുടെ പരിശോധന, സൂപ്പർവിഷൻ, നിർവഹണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നടക്കുന്നത്. അപേക്ഷകർ ആദ്യം വീട് വയ്ക്കുന്ന സ്ഥലം, പിന്നീട് വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും അവസാനം കംപ്ലീഷൻ വരെ സ്വയം അപ്ലോഡ് ചെയ്യണം. സംസ്ഥാന സർക്കാർ 48,000 രൂപയും 72,000 കേന്ദ്ര ഗവൺമെന്റും 70,000 ജില്ലാ പഞ്ചായത്ത്, 1,12,000 ബ്ലോക്ക് പഞ്ചായത്ത്, 98,000 ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ 4 ലക്ഷം രൂപയാണ് വീടിന് ലഭിക്കുക. സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ PMAY പദ്ധതിയിലേക്ക് പണം നൽകുന്നത്. തത്വത്തിൽ 72,000 രൂപ കേന്ദ്രവും 3,28,000 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. കേന്ദ്ര ഫണ്ട് 72,000 രൂപ മുൻപ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നൽകുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ കേന്ദ്രവിഹിതമായ 72,000 രൂപയും ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് ഓൺലൈനായിട്ടാണ് ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ള പദ്ധതിയെക്കുറിച്ച് കൂടുതലായിട്ട് VO വിശദീകരിക്കും. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോഗ്രാമായിട്ടുള്ള PMAY, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതി പ്രകാരമാണ് ഈ സർവേ, രണ്ടാമത്തെ ഒരു സർവേ 2018 ഞാൻ ബ്ലോക്കിലിരിക്കുമ്പോൾ നടത്തിയ സർവേയാണ്. അപ്പൊ ആ സർവേന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലിസ്റ്റില് ഇപ്പൊ എല്ലാം നമുക്കറിയാം, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതിലൂടെയാണ്, ആളെ തിരിച്ചറിയലും എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് മുൻഗണനാ തെരഞ്ഞെടുപ്പ്, അതപ്പോ സർവേ ചെയ്തു കഴിഞ്ഞാൽ ആള് വരും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാരെ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ ഒഴിവാക്കില്ല, അതൊക്കെ കുറച്ച് മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ. ബാക്കിയുള്ള ഈ 559 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ മുൻഗണന നിശ്ചയിക്കുന്നതിൽ പഞ്ചായത്തിന് യാതൊരു റോളുമില്ല. അവരുടെ മുൻഗണന 1, 2, 3 നമ്മളറിയില്ല, മുൻഗണന നിശ്ചയിക്കുന്നതിൽ പഞ്ചായത്ത് ഇതിൽ ഇടപെടുന്നേയില്ല. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയോ മെമ്പർമാരെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ ഒന്നും ഇടപെടുത്തിയിട്ട് കാര്യമില്ല. കാരണം കംപ്ലീറ്റ് AI ബേസ്ഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയാണ് ആളുകളുടെ എലിജിബിലിറ്റി നിശ്ചയിക്കപ്പെടുന്നത്. അത് GPS സംവിധാനത്തിലാണ്. അതിന്റെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ സർവേ ചെയ്യാൻ വന്നിട്ടുണ്ട് അല്ലെ, അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടില്ലേ? ആ സർവേ ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് K. ജുമൈല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CV ശ്രീകുമാർ, VEOമാരായ അബ്ദുൾ റഷീദ്, മുജീബ് റഹ്മാൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.